ഹലോ ഡിയർ, വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ പറ്റിയാണ്. നമുക്കറിയാം, ആധുനിക ലോകത്ത് ഡ്രൈവിംഗ് ഒരാൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത് പോലെ തന്നെയാണ് ഒരു AI യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത്, AI പറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. സോ നമ്മുടെ നാട്ടിൽ ചെറിയ കുട്ടികൾ വരെ നിങ്ങൾ ChatGPT, ജെമിനി യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നമ്മുടെ നാട്ടിലെ 90% ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഒരു AI മോഡലിനോട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്, ChatGPTനോടോ ജെമിനിനോടോ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് 90% ആളുകൾക്കും ആവശ്യമുള്ള, അവർ വിചാരിക്കുന്ന ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കില്ല അവർക്ക് ലഭിക്കുന്നത്. അവരെന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതുപോലെയുള്ളൊരു ഉത്തരമായിരിക്കില്ല ChatGPT, ജെമിനി അവർക്ക് നൽകുന്നത്. ഒരു 90% സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. സോ ഈ ഒരു സംഭവം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോംപ്റ്റ് ആയിരിക്കില്ല ഈ ഒരു AI മോഡലിനോട്, ChatGPTയോ ജെമിനിനോടോ ചോദിച്ചത്. നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട്, നമ്മൾ വിചാരിക്കുന്ന തലത്തിലുള്ള, അതിനേക്കാൾ അപ്പുറത്തുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്തു തരും? ChatGPT, ജെമിനി പോലുള്ള AI മോഡൽസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. സോ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് AI മോഡൽ നമുക്ക് തരുന്ന ഉത്തരം നമ്മൾ ചോദിക്കുന്ന പ്രോംപ്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അത് ഡിപ്പെൻഡ് ചെയ്യും. സോ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ഔട്ട്പുട്ട്, അറിവ് ഒരു AI മോഡൽ, ChatGPTയോ ജെമിനിയോ നമുക്ക് നൽകണമെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ളൊരു സ്ട്രക്ചേർഡ് രീതിയിലുള്ളൊരു പ്രോംപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ പറ്റി നിങ്ങൾക്ക് ഒരു 100% ക്ലാരിറ്റി ഞാൻ ഉറപ്പ് നൽകുന്നു. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു AI മോഡൽ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താണ് കമ്പ്യൂട്ടർ എന്ന് പഠിക്കണം. സോ ഞാനൊരു AI മോഡൽ യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ സ്ക്രീൻ കാണുന്നുണ്ടാവും, ഞാൻ എന്ത് ടൈപ്പ് ചെയ്യുന്നു? വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ, എന്താണൊരു കമ്പ്യൂട്ടർ എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ ആ AI മോഡൽ എനിക്ക് തരുന്ന ഉത്തരങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. ഇങ്ങനെയുള്ളൊരു ഉത്തരമാണ് എനിക്ക് തന്നത്. ഞാൻ ജസ്റ്റ് എന്ത് മാത്രമേ സെർച്ച് ചെയ്തിട്ടുള്ളൂ? വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ, എന്താണ് കമ്പ്യൂട്ടർ. സോ നോക്കി, ഇത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെയാണ് സെർച്ച് ചെയ്തത് അല്ലേ? വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ, എന്താണ് കമ്പ്യൂട്ടർ. സോ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു ഔട്ട്പുട്ട് ആയിരിക്കും ലഭിക്കുക. സോ ഇതൊരു സെർച്ച് കീ മാത്രമാണ്, വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് എ കമ്പ്യൂട്ടർ, വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ, എന്താണ് കമ്പ്യൂട്ടർ എന്ന് വെറും ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതിന് പകരം, ഒരു സെർച്ച് എഞ്ചിനിലൊക്കെ സെർച്ച് കീ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യുന്നതിന് പകരം ChatGPT, ജെമിനി പോലുള്ള AI മോഡലുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള സ്ട്രക്ചേർഡ് രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള, ഒരു ഡിസൈഡ് ആയിട്ടുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് AI ജനറേറ്റ് ചെയ്ത് തരും. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രോംപ്റ്റ് ഡെവലപ്പ് ചെയ്യും? പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് ഇതുവരെ ആരും ഡിസ്ക്ലോസ് ചെയ്യാത്ത ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടൻറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് എ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്, എങ്ങനെയായിരിക്കണം ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്? ഒരു പ്രോംപ്റ്റ് ഏത് നിലവാരത്തിലുള്ളതായിരിക്കണം? പ്രോംപ്റ്റിൻ്റെ ഫോമാറ്റ് എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എവറി പ്രോംപ്റ്റ് ഷുഡ് ബി ഇൻ എ ക്രാഫ്റ്റ് ഫോമാറ്റ്. എല്ലാ പ്രോംപ്റ്റുകൾ എന്തായിരിക്കണം? ക്രാഫ്റ്റ് ഫോമിലായിരിക്കണം. എന്താണ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ? C for context, and R for role, A for action, F for format, and T for tone. ഇനി നമുക്കിത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. C കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചു അല്ലേ, ഒരു AI മോഡലിനോട് ചോദിച്ചു വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ എന്താണെന്ന് ചോദിച്ചു. ഇതൊരു സെർച്ച് കീ പോലെ, നമ്മൾ സെർച്ച് ചെയ്യുന്ന ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലെയാണ് സെർച്ച് ചെയ്തത്. ഇങ്ങനെയല്ല നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഈ ക്രാഫ്റ്റ് ഫോമാറ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ഫോമാറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു AI മോഡലിനോട് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട്, ക്രാഫ്റ്റ് ഫോമാറ്റിലൊരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് കുറച്ചും കൂടി മികച്ച രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ.
സോ സി നമ്മൾ പറഞ്ഞു കോണ്ടെക്സ്റ്റ് ആണ്. ക്രാഫ്റ്റിൽ സി കൊണ്ട് ഉദ്ദേശിക്കുന്ന കോണ്ടെക്സ്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുക, സിറ്റുവേഷൻ സെറ്റ് ചെയ്യുക. കോണ്ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ കൊടുക്കുന്ന കോണ്ടെക്സ്റ്റ് ഇതാണ്. ഐ എം എ ബിഗിനർ ഇൻ കമ്പ്യൂട്ടർ. ഐ വാണ്ട് ടു ലേൺ വാട്ട് ഇസ് എ കമ്പ്യൂട്ടർ. ഞാൻ ഒരു ബിഗിനറാണ്, എനിക്ക് കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിക്കണം, കമ്പ്യൂട്ടറെ പറ്റി വലിയ അറിവില്ല, എനിക്ക് കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിക്കണം. അപ്പോൾ നമ്മൾ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തു. ദെൻ ആരെന്താണ് റോൾ? ഒരു എ ഐ മോഡലിനെ കൊണ്ട് നമ്മളിങ്ങനെ പ്രവർത്തിക്കുക, റോൾ അസൈൻ ചെയ്യുക. എ ഐ മോഡലിന് നമ്മൾ റോൾ കൊടുക്കുക. ഒരു ഗായകനെ പോലെ, ഒരു ആക്ടറെ പോലെ, ഒരു ഡോക്ടറെ പോലെ, അങ്ങനെ റോൾ അസൈൻ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന റോൾ നോക്കിയേ, ആക്ട് ആസ് ആൻ എക്സ്പേർട്ട് ടീച്ചർ ഹു ടീച്ച് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഒരു എക്സ്പേർട്ട് ടീച്ചറെ പോലെ പ്രവർത്തിക്കൂ. ബേസിക് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് പഠിപ്പിക്കുന്ന ഒരു എക്സ്പേർട്ട് ടീച്ചറെ പോലെ പ്രവർത്തിക്കൂ. സോ നമ്മളങ്ങനെ എന്ത് ചെയ്തു? റോള് അസൈൻ ചെയ്തു കൊടുത്തു. ഇനി ക്രാഫ്റ്റിലെ CR ആയി, കോണ്ടെക്സ്റ്റ് റോളായി. ഇനി F എന്താണ്? A എന്താണ്? ആക്ഷൻ. ആക്ഷൻ നമുക്ക് എങ്ങനെ AI ഔട്ട്പുട്ട് എന്താണ് AI നമുക്ക് ചെയ്തു തരേണ്ടത്, അതാണ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ആക്ഷൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആക്ഷൻ കൊടുത്തു. CRAI, ക്രാഫ്റ്റിലെ CRAI. ഇനി F എന്താ? ഫോർമാറ്റ്. അതായത് നമുക്ക് ലഭിക്കേണ്ട ഔട്ട്പുട്ട് ഏത് ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യാണ്. നമുക്കിങ്ങനെ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യാം. ഇറ്റ് ഷുഡ് ബി ഇൻ 250 വേർഡ്സ് ഓ 200 വേർഡ്സ്. 200 വാക്കിൽ അല്ലെങ്കിൽ 250 വാക്കിൽ നമുക്ക് പറഞ്ഞു തരൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ ഒരു 4-5 പാരഗ്രാഫിൽ ഈ എന്താണ് കമ്പ്യൂട്ടർ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഫോർമാറ്റ് കൊടുത്തു. ദെൻ ടോൺ. കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോൺ എന്നാണ് കേട്ടോ. ടോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് രീതിയിൽ AI നമുക്ക് സംസാരിക്കണം, AI നമുക്ക് ഏത് രീതിയിലുള്ള ഏത് ഭാഷയിൽ നമുക്ക് ഔട്ട്പുട്ട് നൽകണം. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം എക്സ്പ്ലെയിൻ ഇൻ എ പ്രൊഫഷണൽ ലാംഗ്വേജ്. ഒരു പ്രൊഫഷണൽ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം എക്സ്പ്ലെയിൻ ഇൻ എ സിമ്പിൾ ലാംഗ്വേജ്. ഞാനൊരു ബിഗിനറാണല്ലോ, അപ്പോൾ ഒരു സിമ്പിൾ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ ടോൺ നമുക്ക് സെറ്റ് ചെയ്യുക. അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കി, ഇങ്ങനെ ക്രാഫ്റ്റ് ഫോർമാറ്റിൽ പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഈ AI മോഡൽ ജനറേറ്റ് ചെയ്ത് തന്ന റിസൾട്ട് നോക്കിയേ. അപ്പോൾ നേരത്തെ ജനറേറ്റ് ചെയ്ത് തന്ന റിസൾട്ടും ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പ്രകാരം നമ്മൾ ക്രാഫ്റ്റ് ഫോമിൽ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ജനറേറ്റ് ചെയ്ത് തന്ന ഔട്ട്പുട്ടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഒരു AI മോഡലിനോട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ പ്രോംപ്റ്റ് എന്തായിരിക്കണം? എന്നെ ക്രാഫ്റ്റ് ഫോർമാറ്റിലായിരിക്കണം. ക്രാഫ്റ്റിൻ്റെ എക്സ്പാൻഷൻ എന്താ? C ഫോർ കോണ്ടെക്സ്റ്റ്, R ഫോർ റോൾ, A ഫോർ ആക്ഷൻ, F ഫോർ ഫോർമാറ്റ്, T ഫോർ ടോൺ. സോ ഇങ്ങനെ ക്രാഫ്റ്റ് ഫോർമാറ്റിലാണ് നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സാധാരണ ഒരു സെർച്ച് കീ കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്തു തരും? ChatGPT, Gemini പോലുള്ള AI മോഡൽസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. സോ എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.